അവന്റെ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വായിക്കുകയും ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലായിരുന്നു. ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തെ ചിന്തിക്കാൻ ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ഹഗ്ഗായി എഴുതിയ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. വിത്ത് ഇനിയും കാപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരിവള്ളിയും അത്തിവൃക്ഷങ്ങളും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലേ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശുക്രിസ്തു പ്രവാചകനായ ഹഗ്ഗായിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം ഇസ്രായേൽ മക്കൾക്ക്, ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമല്ല സകല ജാതികൾക്കും ഹല്ലേലൂയ നൽകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ട കലവറയുടെ ആ അനുഭവത്തെ ഹല്ലേലൂയ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട്, ഇസ്രായേൽ ജനത്തോട്, പ്രത്യേകിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസലോ. അപ്പം വേദനയോടെ കണ്ണുനീരോടെ ജീവിച്ച ഇസ്രായേൽ ജനങ്ങളെ നോക്കി ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ അതൊരു ആനന്ദത്തിന്റെ വാർത്തയാണ്, സന്തോഷത്തിന്റെ വാർത്തയാണ്, സ്നേഹത്തിന്റെ വാർത്തയാണ്, സമാധാനത്തിന്റെ വാർത്തയാണ്. അത് പ്രത്യാശയുടെ, കരുതലിന്റെ ഒക്കെ ഒരു നല്ല വാർത്തയാണ്, നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, കണ്ണുനീരിന്റെയും വേദനയുടെയും ദുഃഖത്തിന്റെയും നടിയിലൂടെ നീ കടന്നു പോകുമ്പോൾ, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നീ കഠിനാധ്വാനം ചെയ്ത് ഭാരപ്പെട്ട് ജീവിതത്തിൽ പലപ്പോഴും നിരാശനായി മാറുന്ന സാഹചര്യങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാപിതാക്കളെ, കർത്താവ് പറയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാഗ്ദത്തം എല്ലാവർക്കും തരുന്നതാണെങ്കിലും ഇന്നു മുതൽ എന്ന് പറയുമ്പോൾ എപ്പോൾ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തെ മന്ദിരമായി സമർപ്പിക്കുന്നു, ആ സമയം തൊട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. ഈ ലോകത്തിൽ ജീവിച്ച് ജാതികളെ പോലെ ഉപവിഗ്രഹങ്ങൾ മുമ്പാകെ കടന്നുപോയി ആമീൻ അലിയ അവയെ സേവിച്ചും മദ്യത്തിനും മയക്കുമരുന്നിനും പാനസാരകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ വെറുക്കൂത്ത് ജീവിതത്തിൽ ദൈവമില്ലാതെ ജീവിക്കുന്നവരോടല്ല ഈ വചനം പറയുന്നത്. പാപത്തിന് പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും. പുതിയ നിയമസഭയോട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് വിശ്വസിക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ്. അതുകൊണ്ടാണ് മാർത്തയോടും മറിയോടും പറഞ്ഞത്, തന്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി കല്ലറയിൽ ഇരിക്കുന്നു എന്ന് യേശുവിനോട് അവർ പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവർക്കൊരു ആശ്വാസത്തിന്റെ ഒരു നല്ല സന്ദേശമാണ് കൊടുത്തത്. എന്താ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച് ലാസറയെ പുറത്തു വരുവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്തിരുന്നവൻ ജീവനോടെ പുറത്തു വന്ന് മാർത്തയ്ക്കും മറിയനും മറിയിക്കും തന്റെ സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്നു മുതൽ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. മരിച്ചുപോയ, മരണപ്പെട്ട, ദുർഗന്ധം വമിച്ച അവസ്ഥയിൽ പോലും നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. മടങ്ങി വരണം. ഈ ദൈവവചനം വായിക്കുമ്പോൾ അല്ലയ്യ, നന്മയും തിന്മയും എങ്ങനെ ജീവിതത്തിൽ വ്യാപിക്കുന്നു. എന്നെ കേൾക്കുന്ന ഹോർനാവി, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും തിന്മയും എങ്ങനെ കടന്നു വരുന്നു എന്ന് ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അല്ലയ്യ അതിന്റെ 12 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഇതിന്റെ ചരിത്രഭാഗങ്ങൾക്ക് മനസ്സിൽ പിടികിട്ടത്തുള്ളൂ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, 2:12, ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ആമിലലിയ ഏതെങ്കിലും ഒരു ഭക്ഷണസാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? അതിന് പുരോഹിതന്മാർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു.
എന്നാൽ ഹഗ്ഗായി ശബത്താൽ അശുദ്ധനായി ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എന്റെ സന്നിധിയിലാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ കൈകളിലെ പ്രവൃത്തികളൊക്കെയും അങ്ങനെ തന്നെ അവർ അവിടെ അർപ്പിക്കുകയും അശുദ്ധമത്രേ. അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ. ആകയാൽ നിങ്ങൾ ഇന്നു മുതൽ പിന്നോക്കം അല്ലേലൂയ യഹോവയുടെ മന്ദിരത്തിൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചുകൊള്ളുവിൻ എന്ന ഇസ്രായേൽ പാപത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞ പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജീവിതത്തിൽ ദൈവത്തിൽ നകന്നുപോയി അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അശുദ്ധമാണ്, പാപമാണെന്ന് യഹോവയായ ദൈവം ഹഗ്ഗായി പ്രവാചകനിലൂടെ രേഖപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, വിശുദ്ധിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന പ്രവർത്തിക്കകത്ത് ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല, സുമുഖനാണ്, സുന്ദരനാണ്, കണ്ടാൽ വലിയ വലിയ തെറ്റൊന്നും പറയത്തില്ല, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്, എല്ലാം നന്നായി നല്ല വിധത്തിൽ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ദൈവനാമത്തിനോട് ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ അശുദ്ധമായതുണ്ടോ? നിന്റെ യാഗത്തിൽ നീ കൊടുക്കുന്ന, നീ അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? പ്രൈസലോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പാപം നിറയപ്പെട്ടു എന്ന് ജനത്തോട് പ്രവാചകൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രോഗമാണ് മറ്റുള്ളവരിലേക്ക് പടർന്നു പിടിക്കുന്നത്. ആരോഗ്യം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാറില്ല. ലേരിയ രോഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പകർച്ചവ്യാധിയായിട്ട് വരുന്നത്. പക്ഷെ ആരോഗ്യം പരസ്പരം പകരുന്നതല്ല. നിങ്ങളുടെ ആരോഗ്യമല്ല എന്റെ ആരോഗ്യമല്ല നിങ്ങളുടെ ആരോഗ്യം. ഈ ലോകത്തിലുള്ള 800 കോടി ജനത്തിന്റെ ആരോഗ്യം വ്യത്യസ്തമാണ്, എല്ലാം വെവ്വേറെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യം പകർന്നു കൊടുക്കാൻ കഴിയത്തില്ല. പിന്നെയോ രോഗം പകർന്നു കൊടുക്കാൻ കഴിയും, പാപത്തെ പകർന്നു കൊടുക്കാൻ കഴിയും. അല്ലേ? പാപം മറ്റുള്ളവരിലേക്ക് നീ പകർന്നു കൊടുക്കുമ്പോൾ, പാപത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ, പാപത്തിന്റെ വശീകരണത്തിലേക്ക്, പാപത്തിന്റെ വഴിയിലേക്ക് നീ മറ്റൊരാളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ മനുഷ്യനും പാപിയായി മാറുന്നു. അല്ലേ? ആ മനുഷ്യനും പാപിയായി മാറിക്കഴിയുമ്പോൾ അവന്റെ ശരീരമാകുന്ന മന്ദിരം അശുദ്ധമാകുന്നു. ആ ശരീരമാകുന്ന മന്ദിരം അശുദ്ധമാകുമ്പോൾ ആ ശരീരമാകുന്ന മന്ദിരത്തിലേക്ക് രോഗം കടന്നു വരുന്നു, ശാപം കടന്നു വരുന്നു. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. അതുകൊണ്ട് ഹഗ്ഗായി പ്രവാചകൻ പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് യഹോവയായ ദൈവം പറയുന്നത്. പക്ഷേ നീ മടങ്ങി വരണം. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, മടങ്ങി വന്നാൽ അനുഗ്രഹം, അനുസരിച്ചാൽ അനുഗ്രഹം, വചനം കേട്ടാൽ അനുഗ്രഹം. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ തിന്മയാണോ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നത് തിന്മയാണോ? ഹല്ലേലൂയ. നന്മയാണോ? നീ മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയാണോ അതോ തിന്മ ചെയ്യുന്ന വ്യക്തിയാണോ? നിന്റെ കുടുംബത്തിൽ നിന്റെ സഹോദരനോട്, സഹോദരിയോട്, മാതാപിതാക്കളോട്, നീ മരുമോളോട്, അമ്മായിയമ്മയോട്, ബന്ധുക്കളോട്, സഭയോട്, സഭയിലെ നിന്റെ കൂട്ട വിശ്വാസികളോട്, ദൈവദാസന്മാരോട്, ദൈവദാസിമാരോട്, നിന്നേക്കാൾ പ്രായമുള്ളവരോട് നീ ചെയ്യുന്നത് തിന്മയാണോ അതോ നന്മയാണോ? അവരിലേക്ക് നീ പകർന്നു കൊടുക്കുന്ന, കൈമാറി കൊടുക്കുന്നത് തിന്മയാണെങ്കിൽ അവരിലും ആ പാപം പെരുകിയിട്ട് നീ മുഖാന്തരം ആ മനുഷ്യനും അശുദ്ധമായി തീരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ദൈവസ്ഥനിൽ അർപ്പിക്കുന്ന യാഗത്തിൽ പ്രസാദിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിങ്ങൾ തിന്മ ചെയ്യാതെ നന്മ ചെയ്ത് പഠിക്കണം. നീ മറ്റുള്ളവർക്ക് നന്മയുടെ അനുഭവത്തെ പകർന്നു കൊടുക്കുന്നെങ്കിൽ, നന്മയാണ് നീ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നെങ്കിൽ, ആ നന്മ ആ മനുഷ്യനിലേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ നേരായ പാതയുടെ, നന്മയുടെ പാതയുടെ ജീവിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അപ്പൊ നമ്മളിതൊക്കെ തിരിഞ്ഞെടുക്കണം. വലിയ അപ്പൊ ഇവിടെ പ്രവാചകൻ എന്ന് ചോദിക്കുക, നീ നന്മയാണോ തിന്മയാണോ ചെയ്യുന്നത്? യാഗാർപ്പണവുമായി അല്ലെങ്കിൽ മാറ്റിവെച്ചിരിക്കുന്ന, യാഗാർപ്പണമായി മാറ്റിവെച്ചിരിക്കുന്ന, യാഗാർപ്പണത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന വിശുദ്ധ മാംസം കൊണ്ട് മറ്റെന്തെങ്കിലും സാധനം സ്പർശിച്ചാൽ അതിന്റെ വിശുദ്ധി ആ തൊട്ട വസ്തുവിലേക്ക് വ്യാപിക്കുകയില്ല എന്നാണ് ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ഹഗ്ഗായി സമർത്ഥിക്കുന്നത്. അതേസമയം അശുദ്ധനായി തീർന്ന ഒരുവൻ തൊടുന്ന വസ്തുക്കളും അശുദ്ധമായി തീരുന്നു. ഹല്ലേലൂയ.
അതുവഴി ഒരുവനിൽ നിന്നും മറ്റൊരുവിലേക്ക് അശുദ്ധി വ്യാപരിക്കുന്നു. നീ അശുദ്ധിയോടുകൂടി നിറഞ്ഞാണ്, അശുദ്ധനായി നിന്നാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതെങ്കിൽ, ദൈവത്തിന് ശുശ്രൂഷിക്കുന്നതെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ, ദൈവത്തിന് യാഗം അർപ്പിക്കുന്നത് നീ അശുദ്ധനായി നിന്നുകൊണ്ടാണെങ്കിൽ നിന്റെ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ആ യാഗം അശുദ്ധമാണ്. നീ മറ്റൊരാൾക്ക് വേണ്ടി കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പ്രസാദിക്കുന്നില്ല. നിന്റെ പ്രാർത്ഥന അശുദ്ധമായതുകൊണ്ട് ആ മറ്റൊരു വ്യക്തി അശുദ്ധമായി മാറും. നിന്നെ കണ്ട മറ്റൊരാൾ പഠിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ കണ്ടാൽ വേറൊരാൾ പഠിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നേ. സഹോദരങ്ങളെ, നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നേ. എന്നെ കേൾക്കുന്ന ഗുരുക്കന്മാരോട് പറയട്ടെ, നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നേ. നിങ്ങൾ തല്ലാൻ പഠിപ്പിച്ചാൽ തല്ലാൻ പഠിക്കും. അവർ വെട്ടാൻ പഠിപ്പിച്ചാൽ വെട്ടാൻ പഠിക്കും. കുത്താൻ പഠിപ്പിച്ചാൽ കുത്താൻ പഠിക്കും. ഹല്ലേലൂയ. അതല്ലേ ഇന്നത്തെ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് തല്ലാനും വെട്ടാനും കുത്താനും കൊടി പിടിക്കാനും ഈഗില വിളിക്കാനും ജയ് വിളിക്കാനും ആമയും പൊതുമുതൽ നശിപ്പിക്കാനും മനുഷ്യരെ കൊന്നൊടുക്കുവാനും അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി ഓടുവാനും ദിവ്യാഗ്രഹവും പിടിച്ചുപറിയും മോഷണവും കരിചന്തയും കാര്യം പൂഴ്ത്തിവെപ്പും അഴിമതി എന്ന് വേണ്ട സകലതും കൊണ്ട് രാഷ്ട്രീയ മേഖല മതമേഖലകളെല്ലാം നിറഞ്ഞതുകൊണ്ട് മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കാണിച്ചു കൊടുക്കുന്ന തിന്മയുടെ വശങ്ങളെ മറ്റുള്ളിലേക്ക് വ്യാപരിക്കുമ്പോൾ ആ തിന്മ ആ മനുഷ്യരും പെരുകുന്നു. അല്ലെങ്കിൽ പിന്നെ നീ എത്ര പോയി യാഗം കഴിച്ചാലും ഇതിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിപ്പിക്കത്തില്ല. പണ്ട് അല്ലെങ്കിൽ ആരോ പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയം. അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായില്ലേ? ദൈവത്തിന്റെ ദൈവത്തിന്റെ അല്ലെങ്കിൽ രാജ്യമെന്നൊക്കെ ഗോഡ്സും കൺട്രി എന്നൊക്കെ കേരളത്തെ വിശേഷിപ്പിച്ച് ഈ കേരളത്തിന്റെ വിശേഷനാമം ഇപ്പൊ എവിടെ പോയി? അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യമാണ്, ദൈവം വസിക്കുന്ന കേരളമാണെന്ന് പറയുവാൻ കഴിയുമോ? ഇവിടെ തിന്മ വരികയില്ലേ? പാപം വരികയില്ലേ? അശുദ്ധി വരികയില്ലേ? സകല യാഗങ്ങൾക്കകത്തും അശുദ്ധിയില്ലേ? സകല കർമ്മങ്ങൾക്കകത്തും അശുദ്ധി നിറഞ്ഞില്ലേ? മദ്യവും മയക്കുമരുന്നും പാനശാലകള് ലഹരിയുമില്ലാത്ത ചെടികതയില്ലാത്ത തിന്മയില്ലാത്ത യാഗം എവിടെയാണുള്ളത്? ഹല്ലേലൂയ. സകലവിധ യാഗത്തിലും സകല മതങ്ങളുടെ യാഗത്തിലും തിന്മ പെരുകി. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ളവരുടെ യാഗങ്ങളിൽ പോലും ആരാധനയിൽ പോലും തിന്മ പെരുകിയ അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, പണം, പെരുപ്പം, ജാതി, മതം, സൗന്ദര്യം എന്ന് വേണ്ട വസ്ത്രങ്ങൾ, വസ്ത്രധാരണങ്ങളിലൂടെ എല്ലാം തിന്മ പെരുകി. ഹല്ലേലൂയ. പണ്ടുള്ള കാലഘട്ടത്തിൽ ശരീരം മറച്ച്, നഗ്നത മറച്ച്, മാറുമറച്ച്, തലയിൽ തുണിയിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരിമാർ ഇന്ന് നഗ്നത മറയ്ക്കാൻ വേണ്ടി മാറുമറയ്ക്കാതെ ഹല്ലേലൂയ അവർ തങ്ങളുടെ ശരീരത്തെ ഏറ്റപ്പെട്ടത് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ തുണി പോലും വിടാതെ പ്രാർത്ഥിക്കുന്നത് കണ്ട് നിങ്ങളുടെ മക്കൾ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ അവരിലേക്ക് തിന്മ പകരുമ്പോൾ അവരും തിന്മ പകരും. തന്നെ കേൾക്കുന്ന സഹോദര, നീ ദൈവസഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കി, കലകമുണ്ടാക്കി, ദൈവസഭയ്ക്ക് അരാജകത്വം ഉണ്ടാക്കുന്നത്, കോലാഹലം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിന്റെ മക്കളും പഠിക്കുന്നു. നീ തിന്മ പ്രവർത്തിക്കുന്ന നിന്റെ മക്കളും തിരിഞ്ഞിരിക്കുക. അത് അങ്ങനെയുള്ള നിന്റെ യാഗത്തെ ദൈവം പ്രസാദിപ്പിക്കത്തില്ല. പക്ഷേ നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീണ്ട പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ ആ സമയം തൊട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അതേ സമയം അശുദ്ധനായി തീർന്ന ഒരുവൻ തൊടുന്ന സകല വസ്തുക്കളും അശുദ്ധമായി തീരുന്നു. അതായത് അശുദ്ധി ഒരുവരിൽ നിന്ന് മറ്റൊരുവിലേക്ക് വ്യാപിക്കും. അല്ലേ? അശുദ്ധി ഒരുവരിൽ നിന്ന് മറ്റൊരുവിലേക്ക് അശുദ്ധി വ്യാപിക്കും. പാപം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ പാപം വ്യാപിക്കും. രോഗം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ രോഗം വ്യാപരിക്കും. മലേറിയ ആരോഗ്യം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ ആരോഗ്യം വ്യാപിക്കത്തില്ല. നിന്റെ ഉള്ളിലെ തിന്മകളാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ യഹൂദ ജനം ദൈവാലയം പണിയുന്നതിൽ പരാജയപ്പെട്ടു. യഹൂദജനം ദൈവാലയം പണിയുന്നതിൽ പരാജയപ്പെട്ടു പോയ യഹൂദ ജനത്തോട് ഹഗ്ഗായി പ്രവാചകൻ കർക്കശമായ നിലയിൽ കൂടെ ദൈവത്തിന് ദൂത് കൈമാറുക. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തിന്റെ ആലയം പണിയുന്നതിനകത്ത് നീ പരാജയപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, ദൈവത്തിന്റെ ആലയം പണിയുന്നതിനകത്ത് നീ പരാജയപ്പെട്ടു. നിന്റെ ജീവിതഭാഗം പാപം കൊണ്ട് നിറയപ്പെട്ടു, ശാപം കൊണ്ട് നിറയപ്പെട്ടു. തിന്മ നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിൽ, നിന്റെ നോട്ടത്തിൽ, കേൾവിയിൽ, നിന്റെ സംസാരത്തിന്റെ ഇടപാടുകളിൽ, നിന്റെ കൈകാലുകൾ, ശരീരം മുഴുവൻ തിന്മയുടെ അനുഭവം നിറഞ്ഞതുകൊണ്ട് നീ ആലയം പണിയുന്നതിൽ നീ പരാജയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പണിത് ആശ്ചര്യമായ ദൈവാലയമാണ്. ആശ്ചര്യമായി പണിയുന്ന ദൈവാലയത്തെ പോലും അശുദ്ധമാക്കണമെങ്കിൽ ജനത്തിന്റെ ജീവിതം മുഴുവൻ അശുദ്ധിയായിരുന്നു. അതുകൊണ്ട് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളാകുന്ന ആലയം പണിക്കകത്ത് നീ പരാജയപ്പെട്ടു. നമ്മുടെ
നമ്മളാകുന്ന ആലയം പണിക്കകത്ത് നീ പരാജയപ്പെട്ടു. അതോ വോട്ട് പിടിച്ച് വോട്ട് തേടി അധികാരത്തിന്റെ കസേരയിൽ വന്നിരുന്ന മറ്റുള്ളവനെ ചീത്ത വിളിക്കാൻ വേണ്ടിയാണോ നീ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ആലയം പണിയുന്നത്? അല്ലെങ്കിൽ മറ്റൊരു ആലയം മതി സമൂഹത്തിന് ദോഷമായി നിന്നല്ല നീ ആലയം പണിയേണ്ടത്. ഇവിടെ ആക്ഷരികമായ ദൈവാലയത്തിന്റെ പണിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞ, ആത്മീയമായി ദൈവാലയം, ആത്മീയമായി ദൈവത്തിന്റെ ആലയം, ദൈവം വസിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം. അല്ലേലൂയ. നാം വിശുദ്ധിയോടെ ജീവിക്കണം, തിന്മ പ്രവർത്തിക്കാതെ നന്മ പ്രവർത്തിച്ചുകൊണ്ട് അല്ലേലൂയ നാം ദൈവത്തിന്റെ പ്രസാദമുള്ള ആലയമായി പണിയപ്പെടുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും പകരം കേൾക്കുന്ന മാതാപിതാവേ, നീ ആർക്ക് വേണ്ടിയിട്ട് ആലയം പണിയുന്നത്? നീ ഏതുവിധ ആലയമാണ് പണിയുന്നത്? ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആരെ കുടിയിരുത്താൻ വേണ്ടിയിട്ട്, ആർക്ക് വസിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ശരീരമാകുന്ന ദൈവാലയത്തെ നീ പണിതെടുക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന തിന്മകളെ മാറ്റിവെച്ചിട്ട് നീ മടങ്ങിവാ. യഹൂദാ ജനം ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ തൊട്ടത് മുഴുവൻ അശുദ്ധമായി തീർന്നുവെന്ന് പ്രവാചകൻ ഓർപ്പിക്കുക. അശുദ്ധനായവന്റെ സൽപ്രവർത്തികളൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. ഒരു പാപിയായ മനുഷ്യൻ, ഒരു ശാപത്തിന് കീഴിൽ കിടക്കുന്ന മനുഷ്യൻ, ഒരു മദ്യപാനിയായ മനുഷ്യൻ, ഒരു തെരിയാക്കിയായ മനുഷ്യൻ, കൊള്ളം പലിശക്കാരൻ, കളവ് ചെയ്യുന്നവൻ, പിടിച്ചുപറിക്കാരൻ, അഴിമതിക്കാരൻ, വെറുപ്പുകാരൻ, വ്യഭിചാരി, വരസംഘക്കാരൻ, അങ്ങനെ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യന്റെയും സൽപ്രവർത്തികൾക്കകത്ത് ദൈവം പ്രസാദിക്കുന്നില്ല. ആമേൻ. ദൈവം നിന്റെ സൽപ്രവർത്തികൾക്കകത്ത് പ്രസാദിക്കണമെങ്കിൽ, ദൈവം നിന്റെ ജീവിതത്തിൽ പ്രസാദിക്കണമെങ്കിൽ, ദൈവം നിന്റെ യാഗത്തിൽ പ്രസാദിക്കണമെങ്കിൽ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കണം. ക്രൈസ്തവോ ഹല്ലേലൂയ. നിന്റെ ജീവിതം എന്ന് പറയുന്ന ലോകത്തിന് വേണ്ടിയിട്ടല്ല, നിന്റെ ജീവിതം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ ജീവിതം ഇവിടുത്തെ മതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ ജീവിതം, നിന്റെ ശരീരം ഇവിടുത്തെ തീവ്രവാദിക്കോ ഭീകരവാദിക്കോ വർഗീയവാദിക്കോ വേണ്ടിയിട്ടല്ല. നിന്റെ ജീവിതത്തിന്റെ ശരീരത്തെ കൊടുക്കേണ്ടത് നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ ദൈവത്തിന് കൊടുക്കണം. ക്രൈസ്തവോ ഹല്ലേലൂയ. നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ ആർക്ക് കൊടുക്കണം? യേശുവിന് വേണ്ടി കൊടുക്കണം. ഹല്ലേലൂയ. നീ അശുദ്ധനായി ജീവിച്ചുകൊണ്ട് നീ എന്ത് തൊട്ടാലും ഹല്ലേലൂയ നീ അശുദ്ധിയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറുണ്ട്, യാത്ര ചെയ്യുന്ന വഴിയുള്ള പലരും ഹല്ലേലൂയ നേർച്ചകളിൽ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് വലിച്ചെറിയുന്നു. ഭണ്ഡാരപ്പെട്ടിയുടെ മുമ്പിൽ കൈ പോയി വളരെ തൊഴുകയോടെ ഭണ്ഡാരപ്പെട്ടി നേർച്ചയിടുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭണ്ഡാരപ്പെട്ടി നേർച്ചയിടുന്നത്, ഭണ്ഡാരപ്പെട്ടി മുമ്പിൽ തൊഴുകയോടെ പോയി നിൽക്കുന്നത് ഒന്ന് ഞാൻ മദ്യം കുടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയുടെ ഭാഗം എന്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഭണ്ഡാരപ്പെട്ടിക്ക് മുമ്പിൽ പോയി അല്ലെങ്കിൽ അവിടെ നേർച്ചയിടുന്നത്. അപ്പം തിന്മ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതാ സൽപ്രവർത്തിക്കാത്തൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. നീ അല്ലെങ്കിൽ ഭണ്ഡാരപ്പെട്ടിക്ക് മുമ്പിൽ പോയി, നീ ദൈവങ്ങളുടെ മുമ്പിൽ പോയി യാഗം കഴിക്കുമ്പോൾ, കൈകൂപ്പും, തൊഴുതു നിൽക്കുമ്പോൾ, നീ അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നീ തിന്മയായിട്ടല്ലേ കടന്ന് നിന്റെ സഹോദരനോട് പകരം ചോദിക്കണം, സഹോദരിയോട് പകരം ചോദിക്കണം, അയൽവാസിയോട് പകരം ചോദിക്കണം, ബന്ധുക്കളോട് പകരം ചോദിക്കുന്ന ശത്രുവിനെ തകർക്കണമെന്നുള്ള തിന്മയുടെ വശത്താൻ നിറയപ്പെട്ടുകൊണ്ടല്ലേ, തിന്മയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ലേ, മറ്റുള്ളവന്റെ നാശം കാണാൻ വേണ്ടിയിട്ടല്ലേ നീ കൂടോത്രം ചെയ്യുന്ന, മന്ത്രവാദം ചെയ്യുന്ന, ശൂദ്രം ചെയ്യുന്ന, ആഭിചാരം ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നീ ദോഷം പ്രവർത്തിക്കുന്നതെല്ലാം മറ്റുള്ള തിന്മ ആഗ്രഹിച്ചിട്ടില്ലേ? അങ്ങനെ തിന്മ പ്രവർത്തിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത്, സൽപ്രവർത്തിക്കകത്ത് നിന്റെ യാഗത്തിന് ദൈവം പ്രസാദിക്കത്തില്ലെന്നാണ്. സ്വതന്ത്രം പ്രൈസലം. നാം വിശുദ്ധമായി ജീവിക്കണം. ദൈവത്തിന്റെ ആലയം പണിക്കകത്ത് ഹല്ലേലൂയ യഹൂദാജനം പരാജയപ്പെട്ടു. ആ പരാജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഹഗ്ഗായി പ്രവാചകൻ യഹൂദാജനത്തിന് ആലോചന കൊടുക്കുകയാണ്. ഹല്ലേലൂയ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും അല്ലെങ്കിൽ ഒരുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നീ ദൈവസന്നിധിക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ നിന്റെ വിത്തിനെയും കളപ്പുരയിൽ കിടക്കാതെ, മുന്തിരിവള്ളി കാമല്ലി ഫലം തരാതെ, അത്തിവൃക്ഷം ഫലം തരാതെ, മാതളവും ഒലിവരും ഫലം തരാതെ, അതൊരിക്കലും ശൂന്യമായ നൃത്തത്തിൽ അതെല്ലാം ഫലം തരാൻ തുടങ്ങും. നിന്നെ ചെയ്യുന്ന എല്ലാ മേഖലയിലും ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങും. മടങ്ങി വരണം. മടങ്ങി വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ആദ്യത്തെ തന്നെ പറഞ്ഞു. അപ്പൊ ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന എപ്പോഴാണ്? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഇതുവരെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന പറഞ്ഞല്ലോ. എപ്പോഴാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം പണി ആരംഭിക്കുന്ന അന്ന് മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്റെ മന്ദിരം പണിവിൻ എന്ന് കർത്താവ് പറയുക മാത്രമല്ല, നിങ്ങളെയും അവൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ.
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം പണി, ദൈവത്തിന്റെ ആലയം പണി ആരംഭിക്കുന്ന സമയം തൊട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എന്റെ പാസ്റ്റർ, എനിക്കിപ്പം ദൈവത്തിന്റെ ആലയം പണിത് കൊടുക്കാൻ മാർഗമൊന്നുമില്ല, അതൊരു ആലയത്തിന് വളരെ ചെലവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ദൈവത്തിന്റെ ആലയം പണിയും, എങ്ങനെ ഞാൻ ആലയം പണിത് കൊടുക്കുമെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ മന്ദിരം പണിയുവാൻ, ദൈവത്തിന്റെ ആലയം പണിയുവാൻ നിന്നെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. ശൈശവും ഭാര്യയും ബാക്കി മാറ്റിവെച്ചാൽ, ശൈശവും ഭാര്യയും മാറ്റിവെച്ചാൽ, കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമായിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആലയം പണിയാൻ കഴിയും. നിരാലംബരും വൃത്തരും അശരണ യാചകരും ഓർഫനേജ് കിടക്കുന്നവരും ഓട്ടേജ് ഹോമിൽ കിടക്കുന്നവരും യുവനത്ത് തടമുറയിൽ കിടക്കുന്നവരും ആലയം പണിയാൻ കഴിയും, ദൈവത്തിന്റെ ആലയം പണിയാൻ കഴിയും. അപ്പൊ ദൈവത്തിന്റെ ആലയം പണിയാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു ജയിലിനകത്ത് 170ഓളം പേർ, ഹല്ലേലൂയ, അവിടെ ജയിൽ സുവിശേഷീകരണത്തിലൂടെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന സ്വീകരിക്കുന്ന സ്നാനം, ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചത്. അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ശാപങ്ങളെ ഏറ്റുപറഞ്ഞ്, അവർ അശുദ്ധി, അവരുടെ ജീവിതത്തിൽ തിന്മയുടെ വശങ്ങളെ ഏറ്റുപറഞ്ഞ് അവരുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി അവർ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിക്കാത്ത സമാധാനത്തെ അവർ അനുഭവിച്ചു. അതുകൊണ്ട് എപ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്? കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ശരീരത്തെ മന്ദിരമായി കൊടുക്കുമ്പോൾ. ഹല്ലേലൂയ. അവരെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്ന രക്ഷയുടെ വചനത്തിൽ നിന്ന് ഏറ്റുപറയണം. റോമാലേഖനം 10:9, 10:9 അല്ലേ? 10:19 അല്ല, 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഹല്ലേലൂയ. മാനസാന്തരം മടങ്ങുക. അങ്ങനെ ജയിലിൽ കിടന്ന അനവധി ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ അവരുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറി. ദൈവ മന്ദിരത്തിൽ വസിക്കുവാൻ വേണ്ടി വന്നു. ആ മന്ദിരം ദൈവത്തിൻ്റെതായി മാറി. അപ്പോൾ ദൈവം പറയുക, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്റെ സകല സ്ഥിതികൾക്കും മാറ്റം വരും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം ദൈവത്തിന്റെ മന്ദിരമാരാ? ദൈവത്തിന്റെ മന്ദിരം നമ്മളാ. ദൈവത്തിന്റെ ആലയമാരാ? ദൈവത്തിന്റെ ആലയം നമ്മളാ. 4 ചുമരുകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് ഫില്ലറുകൾ വാർത്തിട്ട് അതിനകത്ത് ഒരു കോൺക്രീറ്റ് കെട്ടിടമല്ല ദൈവത്തിന്റെ ആലയം. അല്ലെങ്കിൽ ഇന്നത്തെ ഭൂമിയിലെ ആലയങ്ങളൊക്കെ എന്താ ആശ്ചര്യമായി പണിയപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ആലയം എന്നൊക്കെ പറഞ്ഞാൽ കോൺക്രീറ്റ് നിർമ്മിതമായ, ഹല്ലേലൂയ, നിർമ്മിതമാണ്. അത് 4 ചുവരുകൾക്കകത്ത് നിൽക്കുന്ന അത് ആലയമല്ല. അത് എല്ലാവർക്കും കൂടി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനെ മനുഷ്യന്റെ ആലയമായി കണ്ടുകൊണ്ട്, ആശ്ചര്യമായി ആലയമായി കണ്ടുകൊണ്ട് യഹൂദന്റെ ആചാരവും യഹൂദന്റെ പാരമ്പര്യം ഇന്നും തുടർന്നു വരുമ്പോൾ അവരുടെ ശരീരമാകുന്ന മന്ദിരത്തെ അവർ നശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, 4 ചുമരുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനാണ്. പാപത്തിൽ കിടന്ന, ശാപത്തിൽ കിടന്ന, രോഗത്തിൽ, ബന്ധനത്തിൽ കിടന്ന, അഴിമതിയിലും കരിഞ്ഞതിൽ കിടന്ന, തിന്മയിൽ ജീവിച്ച നിന്നെ കർത്താവ് യേശുക്രിസ്തു വേർതിരിച്ച് ദൈവത്തിന്റെ മകനായി മകളായി മാറ്റിക്കഴിയുമ്പോൾ നീ ദൈവത്തിന്റെ മന്ദിരമായി മാറുന്നു. ആ ദൈവത്തിന്റെ മന്ദിരമായി നിന്നെ പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയം തൊട്ട് കർത്താവ് പറയണം, ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം, നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ, ദൈവത്തിന്റെ ആലയമാകുന്ന മന്ദിരത്തെ, ദൈവം വസിക്കുന്നതിന്റെ ശരീരമാകുന്ന കൂടാരത്തെ നീ നശിപ്പിക്കുമ്പോൾ മദ്യം കൊണ്ടും മയക്കുമരുന്നും ലഹരി കൊണ്ടും ചൂതാട്ടം കൊണ്ടും വ്യഭിചാരം കൊണ്ടും അശുദ്ധി കൊണ്ടും മോഷണം കൊണ്ടും പിടിച്ചുപറി കൊണ്ടും അധികാരം കൊണ്ടും ദിവ്യാഗ്രഹം കൊണ്ടും തീവ്രവാദം കൊണ്ടും ഭീകരവാദം കൊണ്ടും വർഗീയത കൊണ്ടും മറ്റവന്റെ അതിരത കൊണ്ടിയും മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിച്ചവനെ, മക്കളെ മോഹിച്ചവരെ കടത്തിക്കൊണ്ട് പോയും ഒക്കെ നീ തിന്മ പ്രവർത്തിക്കുമ്പോൾ നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കുന്ന, ശരീരമാകുന്ന മന്ദിരത്തെ നീ നശിപ്പിക്കുക. അങ്ങനെ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ നശിപ്പിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പിന്നെ നിനക്ക് ഇത് പിടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
അപ്പൊ നീ ദൈവത്തിന്റെ മന്ദിരമാണ്. നീയാകുന്ന ദൈവത്തിന്റെ മന്ദിരത്തെ നീ നശിപ്പിക്കുമ്പോൾ, ഇവിടുത്തെ അശുദ്ധി കൊണ്ട് നശിപ്പിക്കുമ്പോൾ, ദൈവം നിന്നെ നശിപ്പിക്കും. നിന്റെ കുടുംബത്തിന് ശാപം പെരുകും, രോഗം പെരുകും, ബന്ധനം പെരുകും, അന്യാത്മാവ് ദുരാത്മാവ് നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങി വന്ന് വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധി എന്ന് പറയുന്ന വാക്കുകളിലല്ല, വിശുദ്ധി എന്ന് പേപ്പറിൽ എഴുതി വെക്കുന്നതല്ല, വിശുദ്ധി എന്ന് പറയുന്ന നമ്മുടെ സംസാരമല്ല. വിശുദ്ധി എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് വിശുദ്ധിയുടെ അനുഭവങ്ങൾ, വിശുദ്ധിയുടെ വാക്കുകൾ, വിശുദ്ധിയുടെ സംസാരങ്ങൾ ഒക്കെ വരണം. വിശുദ്ധന്മാർക്ക് ഉചിതമായത് നമ്മൾ സംസാരിക്കണം. വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്ത പൊട്ടച്ചൊല്ലും ചീത്തരവും കളിവാക്കുകളൊക്കെ മാറ്റിവെക്കണം. എഫേസ്യ ലേഖനം 5:4 വായിച്ച കാണാൻ കഴിയും. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരയൊക്കെ മാറ്റിവെക്കണം. ഹല്ലേലൂയ. സഹോദരനെതിരെ ദൂഷണം പറയാതെ, സഹോദരിക്കെതിരെ ദൂഷണം പറയാതെ, സഭയിലെ പാസ്റ്റർക്കെതിരെ ദൂഷണം പറയാതെ, വിശ്വാസികൾക്കെതിരെ ദൂഷണം പറയാതെ നിൽക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിശ്വാസികൾക്കൊരു പ്രശ്നമുണ്ട്. സഭയിലെ പാസ്റ്റർമാർ അടിമയാണ്, വിശ്വാസികൾക്ക് അടിമയാണ് ഒരു ചിന്താഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വോത്ര കാഴ്ച കൊടുക്കണം, ദശാംശപ്പെടുന്ന കിട്ടുന്നതിലൊക്കെ ഞങ്ങളുടെ പാസ്റ്റർ കൊടുക്കുന്ന പാസ്റ്റർ ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കണം, പാസ്റ്റർ ഞങ്ങൾക്ക് പറയുന്നത് കേട്ട് പോകണം. ഞങ്ങൾക്ക് അടിമയാ എന്ന് പറയാൻ പശു പറയുന്നിടത്ത് കൂട് വെക്കണമെന്ന് ആ വിശ്വാസി പറയുന്നത്. പശു പറയുന്നിടത്തല്ല സഹോദരൻ വീട് വെക്കുന്നത്. പാസ് പറയുന്നിടത്ത് ആരാ നടക്കുന്നത്? ഉടയം പറയുന്നിടത്താ കൂട് വെക്കുന്നത്. പശു പറയുന്നിടത്ത് കൂട് വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടിനകത്ത് പശുവിന് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഉടയവൻ കൂട് വെച്ച് കൊടുക്കുമ്പോൾ ആ കൂട്ടിനകത്ത് പശു നിന്നാൽ പശു സന്തോഷത്തോടെ ജീവിക്കും, അല്ലെങ്കിൽ ബെല്ലും വന്ന് നശിപ്പിച്ചെടുക്കും. അതുകൊണ്ട് വിശ്വാസിക്ക് അടിമയല്ല പാസ് കേട്ടോ. നീ ദശാംശം കൊടുക്കുന്നതും തോത്രകാഴ്ചവും ദൈവത്തിന്റെ നിയമമാണ്, വ്യവസ്ഥയാണ്. അതുകൊണ്ട് നിന്റെ അടിമയല്ല പാസ്. പലരും ചിന്ത പാസ്റ്റർമാരെ അടിമയാന്ന്. ഞാൻ ഒരിക്കൽ പറയുന്നത് ഞാൻ നിന്റെ അടിമയോ അല്ല എന്നെപ്പോലുള്ള ദൈവാസന്മാരെ വിശ്വാസികൾക്ക് അടിമയല്ല. പ്രൈസലോ. ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ച ജോലിയാണ്. ഞങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ വസിക്കുന്ന ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. ഞങ്ങൾ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കാതെ, അശുദ്ധമാക്കി തീർക്കാതെ, തിന്മ ഞങ്ങൾ പുറപ്പെടാതെ, പാപം ഞങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാതെ, രോഗം ഞങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാതെ ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തെ പകർന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, AK-47 എടുത്തുകൊണ്ട് ആയിരക്കണക്കിന് 10,000 ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന തീവ്രവാദികൾ പറയട്ടെ, ഭീകരവാദികൾ, ഭാഗ്യവാദികളോട് പറയട്ടെ, അങ്ങ് വടക്കിയുടെ പല സംസ്ഥാനങ്ങൾക്ക് തലയിലേക്ക് ദൈവമക്കളെ തല്ലിയും വെട്ടിയും കുത്തിയും കഴുത്തി വെട്ടിയും വെട്ടിമുറിച്ചും തല്ലിമുറിച്ചും മുറിച്ച് തലയിൽ കെട്ടിവലിച്ച് ചോപ്പിച്ചും അവരെ അവരെ നാട്ടിൽ നിന്ന് നാടുകടത്തി ഊരുവിലക്കി അവരെ കാട്ടിലേക്ക് വരാൻ പലരും ജീവനം കൊണ്ട് ഓടി. അവരുടെ വസ്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്തു, ആലയങ്ങൾ ഇടിച്ചു പൊളിച്ചു കൊടുത്തു, അവരെ ഇടിച്ചു പൊളിച്ചു, അവരുടെ നന്മകൾ മുഴുവൻ കൈവശമാക്കിയിട്ട് പുളച്ച് മതിച്ച് ജീവിക്കുന്ന ഭാഷാനി പശുക്കളെ പോലുള്ള തീവ്രവാദ ഭീകര വർഗീയവാദികൾ പറയട്ടെ, കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ ദൈവം നിന്നോടൊക്കെ പകരം ചോദിക്കുന്ന നാളുകൾ വിദൂരമല്ല. അത് ഏറ്റവും അടുത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമികൾ, പെരുമഴകൾ, മാമയെ സ്വന്തം പർവ്വതങ്ങൾ പുകയുന്നില്ലേ? ഉൾപ്പൊട്ടലുകളും നാശനഷ്ടങ്ങളും മഴയിടിച്ചുകളും വെള്ളപ്പൊക്കങ്ങളും ദുരിതങ്ങളും വ്യാധികളൊക്കെ പെരുകുന്നത് ദൈവത്തിന്റെ ന്യായവിധി കാരണം. സ്തോത്രം. തിന്മ നീ പ്രവർത്തിക്കുക. അങ്ങനെ നീ തിന്മ പ്രവർത്തിച്ചിട്ട് നീ പിന്നെ എന്ത് യാഗം ചെയ്താലും സൽപ്രവർത്തി ചെയ്താലും അതിനകത്ത് ദൈവം പ്രസാദിക്കത്തില്ല. ലേലിയ സകല തിന്മയും ചിന്തിച്ച് ഭയങ്കര ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ധരിക്കുക. തിന്മയാണ് ജീവിതം മുഴുവൻ. അങ്ങനെ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുമ്പോൾ നിന്റെ വിത്തുകൾ മുളയ്ക്കാതെ കിടക്കത്തില്ല, നിന്റെ അത്തിവൃക്ഷം കായ്ക്കാതെ, നിന്റെ മാതളപ്പഴവും വരിക. അങ്ങനെ മാതം എല്ലാം നിനക്ക് നല്ല ഫലം തരും. നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ ജോലി നീ അനുഗ്രഹിക്കും, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും, നിന്റെ അൻപകൾ നീ കടന്നു പോകുന്ന മേഖലകൾ നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ ദൈവത്തിന്റെ മന്ദിരമാണ്. അല്ലേലൂയ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അല്ലേലൂയ. അവൻ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. നിങ്ങളും അങ്ങനെ തന്നെ. അപ്പം ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമായതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് പ്രവാചകൻ പറയുന്നു. അല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അല്ലേലൂയ കൊരിന്ത്യരോട് പറഞ്ഞത്, അല്ലേലൂയ, നിങ്ങൾ വിശുദ്ധമായി ജീവിക്കണമെന്ന് പറഞ്ഞത്. അല്ലേലൂയ. അപ്പം വിശുദ്ധമായി ജീവിച്ചാൽ, അല്ലേലൂയ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെല്ലാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും. വിശുദ്ധമല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം പാപമായി മാറും. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലൂയ.
അപ്പൊ നിങ്ങളുടെ വ്യവഹാരമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ജാതികളിലേക്ക് പോകാതെ കൊരിന്ത്യ സഭയെ കൂടെ പുറത്ത് 2 വായിക്കണം. ആമീൻ. നിങ്ങളുടെ ഇടയിൽ നിർത്തുണപ്പുണ്ട് ഒരു മറ്റൊരു അല്ലെങ്കിൽ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം പാപം പെരുകിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൊരിന്ത്യ സഭയോട് പരിശുദ്ധന്മാവ് പൗലോസിലൂടെ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾ അശുദ്ധമായത് പ്രവർത്തിക്കുന്നു, അല്ലേരിയ, നിങ്ങൾ തിന്മയായത് പ്രവർത്തിക്കുന്നു, ഒരുവൻ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോലെ, അല്ലേരിയ, അങ്ങനെയുള്ള ദുഷ്പ്രവൃത്തി ചെയ്തവൻ, അല്ലേരിയ, അവൻ പിന്നെ വന്ന് സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് യാഗം കഴിച്ചുകൊണ്ട് ദൈവം പ്രസാദിക്കുന്ന അവന്റെ മന്ദിരമാകുന്ന ശരീരത്തെ ദൈവത്തിന്റെ ന്യായവിധി കൊണ്ട് നശിക്കപ്പെടുമെന്നാണ്. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. സഹോദര സഹോദരി, ഹല്ലേലൂയ, നീ മാനസാന്തരം, നീ എന്ത് പറയുക, മറ്റൊരാളുടെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. ഏതാണ് ഈ കുടുംബജീവിതം വെച്ച് വിവാഹം കഴിച്ച് കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി നടക്കുമ്പോൾ അതിനിടയിലേക്ക് മറ്റൊരുത്തം വലിഞ്ഞു വന്ന് കയറിയിട്ട് അല്ലെങ്കിൽ മൊബൈലിലൂടെ ചാറ്റി ദിവസങ്ങളെ ചാറ്റിന്റെ ഫലമായി പിന്നെ പ്രേമമായി പിന്നെ അല്ലെങ്കിൽ കാമുകന്മാരായി ഭർത്താവിനെ വഞ്ചിച്ചിറങ്ങി ഓടുന്ന സഹോദരി, ഭാര്യയെ വഞ്ചിച്ചിറങ്ങി മറ്റൊരുത്തരും പോകുന്ന സഹോദരാണ്. അപ്പനെ അമ്മ അനുസരിക്കാതെ മറ്റ് യുവനക്കാരുടെ പുറകെ ഇറങ്ങിപ്പോകുന്ന യുവതി യുവാക്കൻ പറയട്ടെ, നീ ദൈവത്തിന്റെ മന്ദിരമായി നീ ജീവിക്കുന്ന കാലയളവിൽ നീ ചെയ്യുന്ന പാപപ്രവർത്തിക്കകത്ത് ദൈവം നിന്നെ ന്യായം വിധിക്കുമെന്ന്. നീ ഒളിച്ചോടിപ്പോയിട്ട് തിന്മ പ്രവർത്തിച്ച് നീ എന്തെല്ലാം യാഗം ചെയ്താൽ സൽപ്രവൃത്തി ചെയ്തതിനകത്ത് ദൈവം പ്രസാദിക്കുന്നില്ല. നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ ദൈവം നശിപ്പിക്കുമെന്നാണ്. മാനസാന്തരം മടങ്ങുക. അപ്പൊ യഹൂദ ജനം ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ പരാജയപ്പെട്ടു പോയി, അശുദ്ധനായി തീർന്നു. അവർ ചെയ്തതൊക്കെ അശുദ്ധമായത് ഹഗായി പ്രവാചകൻ യഹൂദ ജനത്തോട് പറയുക. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വന്ന് നിങ്ങളുടെ ആലയത്തെ വിശുദ്ധമായി, നിങ്ങളുടെ ശരീരമാകുന്ന ആലയത്തെ, അന്ന് ആശ്ചര്യമായ ദൈവാലയമാണ്, ഇന്ന് പുതിയ നിയമസഭയുടെ ആത്മീയ ദൈവാലയം, ആത്മീയ ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വിശുദ്ധിയോടെ നമ്മളെ പണിയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. 25 വർഷം കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് അന്നത്തെ കറുപ്പും ചരസും ഒക്കെ ഉപയോഗിച്ച് വിവിധ ഗുളികളൊക്കെ ഉപയോഗിച്ച് അന്നത്തെ ഒരുപാട് അല്ലെങ്കിൽ കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഉള്ള കാട്ടുവൃക്ഷങ്ങളെല്ലാം അടിച്ച് എന്റെ ശരീരമാകുന്ന മന്ദിരത്തെ ഞാൻ നശിപ്പിച്ച് ഞാൻ അന്നൊക്കെ പോയിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുരിശുപള്ളിക്ക് പോയി തിരികത്തിക്കുമായിരുന്നു, നേർച്ചയിടുമായിരുന്നു. ഒരു പാപിയായി ഞാൻ പോയി നിന്ന് മറ്റുള്ളവർ കാണാൻ വേണ്ടി, ഞങ്ങളുടെ ടൗണിൽ ഒരു കുരിശുപള്ളിയുണ്ട്, ടൗണിലാണതുകൊണ്ട് എല്ലാവരും കാണും, അതുകൊണ്ട് ഞാൻ പോയി പൈസ ഇടും, നേർച്ചയിടും. ഞാൻ ചെയ്യുന്ന സൽപ്രവർത്തികൾ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ട് പാപിയായി നിന്നിട്ട് പാപം ചെയ്തിട്ട് അശുദ്ധനായി ജീവിച്ച് വ്യഭിചാരം ചെയ്തിട്ട് പരസംഗം ചെയ്ത് ദുഷ്കർമ്മം ചെയ്തിട്ട് പിടിച്ചു പറിച്ചിട്ട് മോഷ്ടിച്ചിട്ട് മറ്റുള്ള അപവാദം പറഞ്ഞിട്ട് മറ്റുള്ള ദോഷം ചെയ്തിട്ട് അട്ടികളുണ്ടാക്കി ബഹളമുണ്ടാക്കി കുടുംബ കലകമുണ്ടാക്കിയിട്ട് ഞാൻ പോയി എത്ര തിരികെത്തിച്ചാലും അന്താരപ്പെട്ടി പൈസ ഇട്ടാലും കാണിക്ക് വേണ്ടി പൈസ ഇട്ടാലും ദൈവം പ്രസാദിക്കുന്നില്ലെന്നാണ്. നിന്റെ ശരീരം അശുദ്ധിയാണെന്നാണ്, നിന്റെ ജീവിതം അശുദ്ധിയാണ്, നീ തിന്മയാ പ്രവർത്തിക്കുന്നേ. തിന്മ ചെയ്യുന്നവരോട് ദൈവം പ്രതികാരം ചോദിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഇവിടെ ദൈവം നിന്റെ കുടുംബത്തെ, ദൈവം നിന്റെ തലമുറ അനുഗ്രഹിപ്പാൻ, ആകത്തിന്റെ കഷ്ടങ്ങളെ മാറ്റുവാൻ, കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ പരാജയം മാറ്റുവാൻ, നിന്റെ ജോലിക്കകത്ത് മാറ്റുന്നതിന്, കൃഷിക്കകത്ത് മാറ്റുന്നതിന്, നിന്റെ ശരീരമേഖലയും കന്നുകാലികളെ ദൈവം വർദ്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ സാലറി വർധന തരുവാൻ, നീ കടന്നു പോകുന്ന കടമാതിനെ വിരിവിക്കുവാൻ, നിന്റെ ശരീരത്തിന് ആരോഗ്യം തരുവാൻ, നിന്റെ ജീവിതത്തിന് ആരോഗ്യം, നിന്റെ മനസ്സിന് ആരോഗ്യം തരുവാൻ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ, നിന്റെ കുടുംബത്തെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരാൻ, നിന്റെ കൃഷിയിൽ വലിയ ഫലം തരാൻ വേണ്ടി, നിന്റെ ആടുമാടുകൾ പേറുകൾ വിശാലമായി അതിനകത്ത് ഫലം തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ വിശുദ്ധമായി ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദമായി നീ കടന്നു വരുമ്പോൾ, അപ്പോൾ ദൈവം പറയും, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് കേട്ടോ. രക്തം ചെയ്യും ഈശ്വരോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കുന്നവിടെ? മതങ്ങൾക്ക് വേണ്ടിയോ, തീവ്രവാദിക്കോ, ഭീകരവാദിക്കോ, മാർഗീയവാദികളോടൊപ്പം ചേർന്ന്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടൊപ്പം ചേർന്നാണ് ജീവിക്കുന്ന ഇവിടുത്തെ കാമി ബാർ ഉടമയോ, അവിടുത്തെ കൾഷാപ്പുകാരൻ, ബീപ്രവിച്ചുകാരനോ, അല്ലെങ്കിൽ ഇവിടുത്തെ പരസംഘക്കാരനെയോ, അല്ലെങ്കിൽ ഇവിടുത്തെ അമേരിയ, അങ്ങനെ തിന്മ പ്രവർത്തിക്കുന്ന ആരോടും ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ നീ ജീവിക്കുന്നത്? ആണെങ്കിൽ നീ ദൈവത്തിന്റെ ന്യായവിധിയിലാണ്. നീ ദൈവത്തിന്റെ ന്യായവിധ, ദൈവത്തിന്റെ കണ്ണിൽ നിനക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. മനുഷ്യന്റെ കണ്ണുവെട്ടിക്കാൻ, ദൈവത്തിന്റെ കണ്ണുവെട്ടിക്കാൻ, പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ, കോടതിയുടെ കണ്ണുവെട്ടിക്കാൻ, മാതാപിതാക്കളെ, സഭയുടെ നേരത്തെ അയൽവാസികളെ, നിന്റെ കൂട്ടുകാരെ, നിന്റെ സഹോദരങ്ങളെല്ലാം കണ്ണും വെട്ടിച്ചുകൊണ്ട് നിനക്ക് പാപം ചെയ്യാൻ, തിന്മ ചെയ്യാം. പക്ഷെ ദൈവത്തിന്റെ കണ്ണു നിനക്ക് മറയ്ക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് ഹല്ലേലൂയ എബ്രായ ലേഖനം 4:13 കഴിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ഹല്ലേലൂയ അവര് മറഞ്ഞിരിക്കുന്ന സൃഷ്ടിയില്ല അവനുമായിട്ടാകുന്ന കാര്യം. അതെ, നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് നഗ്നവും മലർന്നുമായി അവന് മറഞ്ഞിരിക്കുന്നു ഒന്നുമില്ല. നീ ചെയ്യുന്ന സകലതും കർത്താവ് കാണുന്ന ചെയ്യുന്ന സകലവും ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ആമയും വെളിപ്പെടുകയാ. ഹല്ലേലൂയ നിന്റെ രഹസ്യ പാപങ്ങൾ, നിന്റെ സ്വമേധ പാപങ്ങൾ ആമി മറ്റാരും കണ്ടില്ല എന്ന് ഓർത്ത നീ രഹസ്യത്തിൽ ഹല്ലേലൂയ തലമൂടി രാത്രി സഞ്ചരിച്ചു പോയി നീ ചെയ്ത പാപങ്ങൾ. ഹല്ലേലൂയ സഹോദരൻ, കഴിഞ്ഞ ഒരു സഹോദരിയോട് പറയാ, എന്റെ പാസ് രാവിലെ അച്ചായും വീട്ടിൽ നിന്നൊരു കറുത്ത ബോട്ടൊക്കെ എടുത്തിട്ട് ഒറ്റ പോകാം. ഹല്ലേലൂയ പിന്നെ അദ്ദേഹത്തെ കണ്ടു കിട്ടാൻ വലിയ പാടാണ്. എന്തിനാണ് സഹോദരൻ രാത്രി കറുത്ത വോട്ടിട്ടുകൊണ്ട് രാത്രിയിൽ തലമൂടി നടക്കുന്നത്? രാത്രികാലങ്ങളിൽ എന്തിനാണ് സഞ്ചരിക്കുന്നത്? രാത്രികാലങ്ങളിൽ സഞ്ചരിക്കരുത്. രാത്രികാലങ്ങളിൽ സഞ്ചരിച്ചാൽ അപകടമായി. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രാത്രി സഞ്ചരിക്കരുത് കേട്ടോ. പണ്ടത്തെ കാലഘട്ടത്തിൽ രാത്രികാലങ്ങളൊക്കെ നമുക്ക് സഞ്ചരിക്കാമായിരുന്നു. ഇന്നിപ്പോൾ ഒരു 15 വർഷമൊക്കെ പുറകോട്ട് നോക്കിയാൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. കാരണം അത് കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി. ഇപ്പൊ നാട്ടിൽ പുലിയുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്, പന്നികൾ പെരുകി, കാട്ടുമൃഗങ്ങൾ പെരുകി, കടുവയും ആനയും പുലിയും പെരുകി. അതുകൊണ്ട് രാത്രി നീ യാത്ര ചെയ്താൽ അശുദ്ധമായതിന്, നീ ജഡികമായ ദുർനടപ്പിന് വേണ്ടി, ദുഷ്കാമത്തിന് വേണ്ടി നീ യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ, പിടിച്ചു പറിക്കാൻ, മോഷ്ടിക്കാൻ വേണ്ടി, മറ്റൊരുവിന്റെ വീട് തുറന്നെടുക്കാൻ വേണ്ടി നീ യാത്ര ചെയ്യും, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി രാത്രി പതിയിരിക്കുന്നതുകൊണ്ടാണോ നിന്നെ കരടി പിടിക്കും, പുലി പിടിക്കും, സിംഹം പിടിക്കും, ആമി കടുവ പിടിക്കും, നിന്നെ ആന ചവിട്ടിന്ന് വരും, പാന്നികൾ നിന്നെ കുത്തി മറച്ചെന്ന് വരും. അതുകൊണ്ട് കാലഘട്ടം മോശമാണ്. ഈ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. ഈ കാലഘട്ടത്തിൽ ഞാൻ സാഹചര്യങ്ങൾ കാണുമ്പോൾ, ഞാൻ എവിടെ നോക്കിയാലും വാർത്തകൾ വായിക്കുമ്പോൾ അവിടെ പുലി ഇറങ്ങി, അവിടെ കടുവ ഇറങ്ങി, അവിടെ ആടിനെ പിടിച്ചു, വട്ടിയെ പിടിച്ചു, മനുഷ്യനെ പിടിച്ചു, അവിടെ മനുഷ്യൻ മരിച്ചു. ഹല്ലേലൂയ അങ്ങനെ വിവിധമായ പരാതികൾ. പന്നികൾ റോട്ടിൽ മുഴുവൻ നിരന്നുകൊണ്ട് വണ്ടി ഇടിക്കുന്നു, മരിക്കുന്നു. കഴിഞ്ഞ ദിവസം പന്നി മുമ്പിച്ചാടി പന്നിയുടെ മേൽ വണ്ടിയിൽ തിരിച്ച് ബൈക്കിടിച്ച് ആ ബൈക്കിടിച്ച് മനുഷ്യൻ മരിച്ചു. അങ്ങനെ എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് രാത്രിയിൽ നിങ്ങൾ തിന്മയ്ക്ക് വേണ്ടി ഇറങ്ങരുത്. രാത്രി ദൈവം നിനക്ക് തരുന്നത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. പകൽ 12 മണിക്കൂർ നീ ജോലിക്ക് പോകുന്നതിന്റെ ജോലി കഴിഞ്ഞതിന്റെ ശരീരം ക്ഷീണിതനായി, ദുഃഖിതനായി, മനസ്സ് ഭാരപ്പെട്ട് അല്ലെങ്കിൽ നീ വളരെ ക്ഷീണത്തോടെ നീ അധ്വാനിച്ച വയസ്സുകൊണ്ട് ആമീൻ ഈ വീട്ടിൽ നിന്നിന്റെ ഭാര്യയോടും മക്കളോടും ചേർന്ന് സന്തോഷത്തോടെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് രാത്രി ദൈവം നിനക്ക് തന്നത്. രാത്രി നിനക്ക് കഴിഞ്ഞാടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഹല്ലേലൂയ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ ആമി സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ ആമി 1 കൊരിന്ത്യർ 6:18 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിൽ പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. ഹല്ലേലൂയ രക്തം ചെയ്യുന്ന മകൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സഹോദരൻ, ഇതിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നീ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ദൈവം വസിക്കുന്ന മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ വാസസ്ഥലമാണ്, ദൈവത്തിന് വേണ്ടി നിന്നെ ഒരുക്കുന്ന പ്രാർത്ഥനാലയമാണ്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ മന്ദിരമെന്ന് പറയുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ കുറിച്ചാണ്. അതുപോലെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം അധിവസിക്കുന്ന വിശ്വാസിയുടെ ശരീരവും അതിവിശുദ്ധ സ്ഥലമാണ്. സഭയെ അല്ലെങ്കിൽ മൊത്തമായി എഫേസ്യ ലേഖനം 5:2-21 മന്ദിരമെന്ന് വിളിച്ചിരിക്കുന്നു. ആമി യോഹന്നാന്റെ സുവിശേഷം 2:19 അല്ലെങ്കിൽ 21 വായിക്കുമ്പോൾ ആ വാക്യങ്ങൾ കർത്താവിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് പറയുന്നു. കൊരിന്ത്യയിലെ ജനം അഫ്രോഡൈറ്റ് അല്ലെങ്കിൽ ദേവിയുടെ ക്ഷേത്രത്തിൽ ദുർനടപ്പ് ആരാധന നടത്തുവാൻ സഹായിക്കേണ്ടതിന് ധാരാളം വലിയ ദേവദാസികൾ ഉണ്ടായിരുന്നു. പിന്നീട് ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദുർനടപ്പ് ഉണ്ടാകുവാൻ ഇടവരികയും ആ ദുർനടപ്പ് കടന്നു കയറുകയും ഒക്കെ വരും എന്നുള്ള സാഹചര്യം വന്നുകൊണ്ട് പൗലോസ് അന്ന് പറഞ്ഞു, നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടണമെന്ന്. അപ്പൊ നമ്മൾ ദുർനടപ്പ് വിട്ട് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കരുതെന്ന് ഹഗായി പ്രവാചകൻ യഹൂദന്മാരോട് പറയുകയാണ്, നീ ആലയം പണി നീ പരാജയപ്പെട്ടു, ദൈവത്തിന് വേണ്ടി വിശുദ്ധിയായി ജീവിക്കുന്ന നീ പരാജയപ്പെട്ടു, ദൈവ ഇഷ്ടം ചെയ്യുന്ന നീ പരാജയപ്പെട്ടു. ഇന്ന് നീ പ്രവാസത്തിലാണ്, നീ കഷ്ടം സഹിക്കുകയാണ്, നൊമ്പര സഹിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ തിന്മ നീ മറ്റുള്ളവരിലേക്ക് പകരിക്കുകയാണ്. അതുകൊണ്ട് മടങ്ങി വന്ന് നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ ദൈവത്തിന് വേണ്ടി പണിയുമ്പോൾ ഞാൻ ഇന്നു മുതൽ നിന്നെ എന്നേക്കും അനുഗ്രഹിക്കും. അതെ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം കേട്ടോ. ശ്രോതാവേ, ഹല്ലേലൂയ
മാനസാന്തരം കുറ്റവും നോടയും പറഞ്ഞ് ഏഷണിയും പറഞ്ഞ് വട്ടമേശ സമ്മേളനം നടത്തി ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന നീ പോയി എന്ത് സൽപ്രദം യാഗം ചെയ്താലും, നീ എവിടെ പോയി നേർച്ച കാഴ്ച നടത്തിയാലും, നീ എന്ത് തീർത്ഥാടനം ചെയ്താലും, മല കയറിയാലും കുരിശിൽ വന്നാലും, നീ ഏത് കാണിക്കപ്പെട്ടിക്കൊണ്ടിട്ടാലും നിനക്ക് നന്മ ലഭിക്കാൻ പോകുന്നതിന് സൽപ്രവർത്തനം ദൈവം പ്രസാദിക്കുന്നതിന്റെ ശരീരമാകുന്ന മന്ദിരം പാപമാണ്. നീ മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറഞ്ഞത്. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ കാണുന്നത് ദൈവത്തിന്റെ മന്ദിരമായി ദൈവം നമ്മെ തീർത്തിരിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് ആമേ സുഖം മറഞ്ഞു കിടക്കുന്ന മർമ്മത്തെ പൗലോസ് വെളിപ്പെടുത്തിയ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24 വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയെ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശൂഢനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങളിൽ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരോട് ജാതികളുടെ ഈ മർമ്മത്തിന്റെ മഹാതര എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഒരു ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കും ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അത്രയും വായിച്ചത്. ക്രിസ്തു ക്രിസ്തു അല്ലരിയ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു, ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന മന്ദിരമാകുന്നു എന്ന് പൗലോസ് പറയുക. ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതിനാൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വളരണം. അപ്പൊ നിന്റെ ശരീരത്തെ ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, പാപം വിട്ടു മടങ്ങി വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഹഗ്ഗായിയുടെ പുസ്തകം നാം വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. വിത്തിനെയും കളപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒരു മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിന്റെ പാപമുഖാന്തരം നിന്റെ ഫലങ്ങൾ, നിന്റെ വൃക്ഷങ്ങൾ, നിന്റെ ആടുമാട് കന്നുകാലി, നിന്റെ ജോലിയിലെ നിന്റെ നന്മയും നിനക്ക് ഒരു നന്മയും കിട്ടാതെ നീ ഇന്നും ശാപത്തിൻ കീഴിൽ കിടക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാവ് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നിന്റെ ശരീരമാകുന്ന ദൈവത്തെ, നിന്റെ ആലയമാകുന്ന ശരീരം നീ ദൈവത്തിനു വേണ്ടി പണിയുമ്പോൾ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ദൈവം ആ സമയം തൊട്ടാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അല്ലാതെ പാപം വെച്ചുകൊണ്ട് നിന്നിട്ട് അനുഗ്രഹിക്കണമേ 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 എന്ന് പറഞ്ഞിട്ട് 100 തിരി 101 തിരി കത്തിച്ചുകൊണ്ട് 1000 തിരി 1001 തിരി കത്തിച്ചുകൊണ്ട് ഗോത്രകാഴ്ചകൾ ഇട്ടതുകൊണ്ടൊന്നും, അല്ലെങ്കിൽ ദശാംശം കൊടുത്തുകൊണ്ടൊന്നും, വഴിപാട് ഇട്ടു അമ്മതിപരമോട്ട് കൊണ്ട കൊടുത്തുകൊണ്ട് കാളയെ ആടിനെ മാടിനെ കോഴിയെ ഒന്നും വെട്ടിയതുകൊണ്ടൊന്നും നിനക്ക് നന്മ കിട്ടാൻ പോകുന്നില്ല. അല്ലെ, നീ യഥാർത്ഥത്തിൽ നന്മ പ്രാപിക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കണം. ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തെ കർത്താവിലൂടെ പണിതുയർത്തണം. കണ്ണുകളടച്ചാട്ട് അതുകൊണ്ട് നിങ്ങളുടെ തിന്മ മാറി ദൈവം ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. മടങ്ങുക യേശുവിന് വേണ്ടി. കർത്താവ് ഇന്നു മുതൽ എൻ്റെ ശരീരത്തിൽ ജീവിതത്തിൽ പാപം പ്രവേശിക്കുക. ഞാൻ മറ്റൊരാൾക്ക് തിന്മ പകർന്ന് കൊടുക്കുക, പാപം പകർന്ന് കൊടുക്കുന്ന അശുദ്ധിയിലേക്ക് നയിക്കുന്നതിനല്ല. ഞാൻ തുടങ്ങുന്നു അശുദ്ധിയെ മറ എൻ്റെ കുടുംബത്തെ ഞാൻ അമേലി വിശുദ്ധിയിൽ അങ്ങയുടെ മന്ദിരമായി പണിയുവാൻ സമർപ്പിക്കുന്നു പറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യസംഘ തൊഴിലാളികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും വാർച്ച ലഹരിക്കും അടിപെട്ട് ചെടിക്ക് വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമങ്ങൾ പൊട്ടാസങ്ങൾ ഉല്ലാസം ഭൂമാവി ബ്ലേഡുമായി പിടിച്ചു പറിക്കാർ കർത്താവി സ്ത്രീ ഭൂമാവികളെ കർത്താവി തീവ്രവാദികൾ, ഭീകരവർഗവാദികൾ, സ്ഥാനമാനങ്ങൾ, അധികാരത്തിന് വേണ്ടി മനുഷ്യനെ കശാപ്പിക്കുന്നവരുടെ രാഷ്ട്രീയ ഭരണപക്ഷ പാർട്ടികളെ മതം വളർത്തുന്ന രാഷ്ട്രപ്പെട്ട മതങ്ങൾക്കകത്ത് രാഷ്ട്രീയം കലർത്തി മതം നിന്ന് കൊണ്ടുവന്ന മതത്തിനകത്ത് പ്രശ്നം കൊണ്ടുവന്ന മതത്തെ തമ്മിലടിപ്പിക്കുന്ന മത നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ കർത്താവിയുടെ ഭാരതത്തിൽ ഞങ്ങളുടെ ലോക രാജ്യങ്ങളിൽ 800 കോടി ജനം കർത്താവി സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് തിന്മയുടെ ഭാഗം വിട്ട് മടങ്ങി വന്ന് അശുദ്ധ ജീവിതം വിട്ട് മടങ്ങി വന്ന് കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിച്ചു ദൈവത്തിന്റെ മന്ദിരമായി അവരുടെ ശരീരത്തെ പണിതെടുക്കുവാൻ, ശാപങ്ങളിൽ നിന്ന് പാപങ്ങളിൽ ജനം വിടുവിക്കപ്പെടുവാൻ മാനസാന്തരം കൊടുക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മനുഷ്യരും പാപം ചെയ്ത ദൈവസനിൽ അല്ലെങ്കിൽ കുറ്റക്കാരെ മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവി ജനത്തിന് ശുദ്ധീകരണം കൊടുക്കണമേ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിന് മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കുന്ന കാൽവരിക്കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അവസാനത്തുള്ളി രക്തം വരെ തന്ന് ഞങ്ങളുടെ പാപത്തിന്റെ കറകളെ കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ദൈവത്തിന്റെ മകനായി ദൈവമേ അങ്ങേക്ക് വസിക്കുള്ള മന്ദിരങ്ങളാക്കി മാറ്റിയ അങ്ങയുടെ ക്രൂശിലെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. അങ്ങ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തി സർക്കാരുകളുടെ പിതാവിന്റെ വലത്തുവാക്ക് ഞങ്ങൾ വേണ്ടി മധ്യസ്ഥനയ്ക്കുമ്പോൾ അങ്ങ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ കർത്താവി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കഴിക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളായി കർത്താവി കോടാനി കൂടി ജനങ്ങളെ
ഈ ദിവസം ദൈവം വേർതിരിക്കേണ്ടനായി ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനവും പാപം വിട്ട് മടങ്ങി വരട്ടെ. കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല തിന്മയും വിട്ട് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. നന്മയുടെ വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് രഹസ്യമായി ഒളിവിരുന്ന് പാപം ചെയ്യുന്ന, ഒളിവിരുന്ന് പാപം ചെയ്യുന്ന ഈ ലോകത്തിന്റെ പാപാന്തകാരത്തിൽ പാപജീവിതത്തിൽ വീണ് കിടക്കുന്ന സകല ജനങ്ങളും മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇയാളുടെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തയ്ക്കും രാനുമൃത്തരസങ്ങളായ യാചകർ ഓർഫനേജ് ജൂവിൽ തടവറയിലേക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മുടിയിലോട്ട് കോട്ടാരത്തെ വരെ പാർക്കുന്ന സാഹചര്യം ആമേൻ. ട്രൈബൽ മേഖല ആദിവാസികളും ദ്വീപവാസികളും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല ജനത്തിന്റെയും വലിയ ജീവിതത്തിൽ തിന്മയെ തുടച്ചു മാറ്റി അവരെ അനുഗ്രഹിക്കണം. കർത്താവ് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവർ ദൈവത്തിന് വേണ്ടി ഇന്നു മുതൽ ശരീരമാകുന്ന മന്ദിരത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന്റെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.